ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ്ബുക്കിൽ എങ്ങനെ ഒരു പ്രൊഫൈൽ ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ 3 ലൈൻസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ പേര് ഇവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ എത്തുന്നതായിരിക്കും. ഇവിടെ മുകളിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും. ഇപ്പം അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചൂസ് പ്രൊഫൈൽ പിക്ചർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിൽ എത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനൊരു എക്സാമ്പിളിന് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പം ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ കൂടുതൽ ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രോപ്പ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. 2 ഫിംഗേഴ്സ് വെച്ചിട്ട് ക്രോപ്പ് ചെയ്യുക. പിന്നെ ഇതിലോട്ട് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ വരയ്ക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഡൺ ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിലോട്ട് ഫ്രെയിം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രെയിം ഇതിൽ നിന്ന് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനൊരു എക്സാമ്പിളിന് ഈ ഒരു ഫ്രെയിം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ടെമ്പററി പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേക്ക് ടെമ്പററി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് 1 മണിക്കൂർ പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് സെറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 1 അവർ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ പ്രൊഫൈൽ ഫോട്ടോ ആക്കണമെന്നുണ്ടെങ്കിൽ 1 ഡേ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഫൈൽ ഫോട്ടോ ഒഴിവായിട്ട് പഴയ പ്രൊഫൈൽ ഫോട്ടോ തന്നെ ആവുന്നതായിരിക്കും. ഇനി ഈ ഒരു പ്രൊഫൈൽ ഫോട്ടോ പറ്റി എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതാവുന്നതാണ്. പിന്നെ ഇത് ന്യൂസ് ഫീഡിലോട്ടും കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ടിക്ക് ചെയ്യാം. ഇനി ന്യൂസ് ഫീഡിൽ ആഡ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ഈ ടിക്ക് ഒഴിവാക്കാവുന്നതാണ്. എന്തായാലും ഞാൻ ഇത് ടിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് സേവ് ബട്ടൺ ഇവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ ഫോട്ടോ ചേഞ്ച് ആവുന്നതായിരിക്കും. പിന്നെ ഇതിൽ ഞാൻ 1 ഡേ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്ഥിരം പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കരുത്. അത് കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഗാലറി നല്ല ഫോട്ടോ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ പോലെ തന്നെ ചൂസ് പ്രൊഫൈൽ പിക്ചർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ലാസ്റ്റ് അപ്ലോഡ്സ് ഉണ്ടാവും. അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊഫൈൽ ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമത്തെ പ്രൊഫൈൽ ഫോട്ടോ ഇങ്ങോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് ഫ്രോം ഇൻസ്റ്റാഗ്രാം എന്നുള്ളത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലുള്ള പ്രൊഫൈൽ ഫോട്ടോ ഇതിലോട്ട് മാറുന്നതായിരിക്കും. എൻ്റെതിൽ ഇൻസ്റ്റാഗ്രാമിൽ പ്രൊഫൈൽ ഫോട്ടോ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഇത് ഇമ്പോർട്ട് ആവാത്തത്. അപ്പം അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇനി ആ ഒരു ടൈമിൽ ഒരു ഫോട്ടോ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ചൂസ് പ്രൊഫൈൽ പിക്ചർ തന്നെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ക്യാമറ ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ക്യാമറയിൽ എത്തുന്നതായിരിക്കും. എന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് അത് നമുക്ക് നേരത്തെ പോലെ തന്നെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം നേരത്തെ ഓപ്ഷൻസ് തന്നെയാണ് ഇവിടെ വരുന്നത്. എന്തായാലും സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അത് പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് മാറുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫേസ്ബുക്കിൽ പ്രൊഫൈൽ ഫോട്ടോ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.